Good afternoon. It is definitely a blessed day in my life. എൻ്റെ ഏറ്റവും സ്നേഹമേറിയതും ബഹുമാനീയമേറിയതുമായ മാർത്തോമാ സഭയുടെ പരമാധ്യസ്ഥനായ മെട്രോപോളിറ്റൻ തിയോഡോഷ്യസ് വലിയ തിരുമേനി, എനിക്ക് സ്നേഹമേറിയ ബർണബാസ് തിരുമേനി, ബാക്കി എല്ലാ ഗുരുക്കന്മാർ, വലിയ തിരുമേനിമാർ ഇവിടെ ഇരിക്കുന്നവർ, അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട MLA ചാണ്ടിമോൻ, that is what I call him always. The reason I said it is, എന്തുകൊണ്ടാണ് ഇത് ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിവസം എൻ്റെ ജീവിതത്തിലാണ് എന്ന് പറയുന്നതിന് കാരണം, ലാസ്റ്റ് ടൈം ഞാൻ മാരാമൻ കൺവെൻഷനിൽ അറ്റൻഡ് ചെയ്തത് 1900, ആരും കാൽക്കുലേറ്റ് ചെയ്ത് എൻ്റെ പ്രായം കാൽക്കുലേറ്റ് ചെയ്യരുത്, 1977 യുവവേദിയിൽ ഒരു കേൾവിക്കാരനായിട്ടാണ് ലാസ്റ്റ് ടൈം ഞാൻ മാരാമൻ കൺവെൻഷനിൽ പങ്കുചേർന്നത്. ഇന്ന് 49 വർഷം കഴിഞ്ഞിട്ട് പള്ളിപ്പാട് നിന്ന് ഒരു കൃഷിക്കാരൻ്റെ കുഞ്ഞച്ചൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെയും പെണ്ണമ്മയുടെയും മകനായ 6ാമത്തെ പുത്രനായ എന്നെ ആ വേദിയിൽ വെച്ചാണ് ദൈവം തമ്പുരാൻ വിളിച്ച് വേർതിരിക്കുന്നത്. വേറൊരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വലിയ തിരുമേനിക്ക് സന്തോഷമായിരിക്കുമെന്ന് എനിക്കറിയാം. 1962 ജാനുവരി 28 എന്നെ അലക്സാണ്ടർ മാർത്തോമാ മെത്രാപ്പോലീത്ത അദ്ദേഹത്തിൻ്റെ സ്വന്തം പേര് തന്ന് എന്നെ മാമോദിസ മുക്കുന്നത്. വലിയ തിരുമേനിയോട് ഈ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ തിരുമേനി പറഞ്ഞ ഒരു കാര്യം, അലക്സാണ്ടർ അച്ഛ, അതിൻ്റെ അനുഗ്രഹമാണ് ഇന്ന് അലക്സാണ്ടർ അച്ഛൻ്റെ ജീവിതത്തിൽ ഉള്ളതെന്നാണ്. അങ്ങനെ അനുഗ്രഹം പ്രാപിച്ച് ദൈവം തമ്പുരാൻ വിളിച്ചിറക്കി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഓരോ സ്ഥാനങ്ങൾ കൊണ്ടുപോയി ഒരു സ്ഥാനത്താക്കിയത് എൻ്റെ അപ്പനമ്മമാരുടെയും സഹോദരങ്ങളുടെയും പ്രാർത്ഥനയും ഉപവാസവും ഞാൻ വളർന്നു വന്ന വഴി ഒരിക്കലും മറക്കാതെ, പള്ളിപ്പാട്ടുകാരനായ ഒരു കൃഷിക്കാരൻ്റെ മകൻ തന്നെയാണ് ഞാൻ എന്ന് ഓർക്കുകയും, രാവിലെ 4:30 മണിക്ക് പ്രാർത്ഥിച്ച് 5:30 ആകുമ്പോൾ പുഞ്ചയിൽ നടക്കാൻ പോകുന്ന എൻ്റെ അപ്പൻ്റെ 50 വർഷത്തോളവും പള്ളിപ്പാട് വലിയ മാർത്തോമാ പള്ളിയിൽ സൺഡേ സ്കൂൾ പഠിപ്പിച്ചും സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററുമായിട്ടിരുന്ന എൻ്റെ അച്ചാച്ചൻ്റെ പ്രാർത്ഥനയാണ് എന്ന് എനിക്കറിയാം. ഈ ഒരു സന്തോഷകരമായ ആനന്ദകരമായ ഒരവസരം എനിക്ക് ഒരുക്കി തന്ന എൻ്റെ മാർത്തോമാ സഭയുടെ വലിയ തിരുമേനി തിയോഡോഷ്യസ് തിരുമേനിയോടും ബർണബാസ് തിരുമേനിയോടും ബാക്കി എല്ലാ മെത്രാപ്പോലീത്തമാരോടുമുള്ള നന്ദിയും സ്നേഹവും ഞാൻ ഈ സമയത്ത് അറിയിച്ചു കൊള്ളുന്നു. നിങ്ങൾക്ക് മനസ്സിലാകും, എൻ്റെ പ്രസംഗം കഴിയുമ്പോൾ ഞാനൊരു തിയോളജിയനല്ല, ഒരു ബിബ്ലിക്കൽ സ്കോളറല്ല. എന്നാൽ കൊച്ചിലെ ബൈബിൾ വായിക്കുന്ന സമയത്ത് ബാക്കിലുള്ള മാപ്പിൽ ഇങ്ങനെ കൈ ഓടിച്ച് നോക്കും, എവിടെയൊക്കെയാണ് എൻ്റെ കർത്താവ് നടന്ന് സാക്ഷ്യം പറഞ്ഞതെന്നുള്ള കാര്യം, സുവിശേഷം അറിയിച്ചെന്നുള്ള കാര്യം. ഒരിക്കലും ഒരു കൃഷിക്കാരനായ ഒരു മനുഷ്യൻ്റെ പയ്യനെ ഒരിക്കലും ജെറുസലേമിലോ ഇന്ത്യക്ക് പുറത്തോ കേരളത്തിന് പുറത്തോ പോകാൻ സാധിക്കുകയില്ല എന്ന് എനിക്കറിയാം. ഞാൻ ഒരിക്കലും സ്വപ്നം കണ്ടിട്ടില്ല. എൻ്റെ അപ്പൻ എന്നും എന്നെ ഓർപ്പിക്കുമായിരുന്നു, മോനെ, നീ 6ാമത്തെ പുത്രനാണ്, ഇളയ മകൻ്റെ ഉത്തരവാദിത്വമാണ്, നീ പള്ളിപ്പാട്ട് തന്നെ നിന്ന് ഒരു പട്ടക്കാരനായി കേരളത്തിൽ നിന്ന് നിൻ്റെ അപ്പനെയും അമ്മയെയും നോക്കുക എന്നുള്ള കാര്യം. അതുകൊണ്ട് എൻ്റെ കംപ്ലീറ്റ് സ്വപ്നങ്ങൾ, മൈ ഡ്രീംസ് ബീൻ ഷട്ട് ഡൗൺ ബിഫോർ ഐ ന്യൂ ഇറ്റ്. എന്നാൽ 15ാമത്തെ വയസ്സിൽ മാരാമൻ കൺവെൻഷൻ വന്ന് ഒരു ദൃഢമായ വിശ്വാസത്തിൽ ഒരു തീരുമാനമെടുത്ത് ദൈവത്തോട് മുട്ടിപ്പാട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്ക്
പ്രതീക്ഷിക്കാത്തതിനപ്പുറം വഴികളെ തുറന്നു വന്നു. ദൈവം തമ്പുരാൻ എന്നെ 147 രാജ്യങ്ങളിൽ യാത്ര ചെയ്യാൻ എൻ്റെ ഒരു ചെലവുമില്ലാതെ യാത്ര ചെയ്യാൻ അനുഭവിച്ചു. 60 രാജ്യങ്ങളിൽ ദൈവവചനം പറയുവാനുള്ള സൗകര്യം എനിക്ക് ഉറപ്പിച്ചു തന്നു. ആ മാപ്പിൽ ഓടിച്ച ആ വിരലാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. ആ വിരലിൽ അന്ന് സ്വപ്നം കണ്ട എന്നെ എൻ്റെ മഹത്വമുള്ള ദൈവം 37 വട്ടം ജെറുസലേമിൽ കൊണ്ടുപോയി, ഇസ്രയേലിൽ കൊണ്ടുപോയി, കർത്താവ് നടന്ന പാതയിൽ മുഴുവൻ നടത്തി. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് ദൈവത്തിന് സാക്ഷി പറയുവാനാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ, യുവ വേദിയിൽ കേൾക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളോടും പറയാനുള്ളത്, അലക്സാണ്ടറച്ചൻ നിങ്ങൾ നടന്ന പാതയിൽ കൂടി നടന്നു വന്ന ഒരു അലക്സാണ്ടറച്ചനാണ്. ഇന്ന് ഈ ലോകത്ത് വിശ്വാസത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നൊരു സൊസൈറ്റി അവിടെ ഉണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടേക്ക് ഓവർ ചെയ്തു. വേരിയസ് മതവിഭാഗങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ ജീവിതം ഒന്ന് ഡൈവേർട്ട് ചെയ്ത് തിരിച്ചു കൊണ്ടുവന്ന് ഒന്ന് റീബൂട്ട് ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ സ്പൈവെയേഴ്സും എല്ലാ ഫിഷിംഗ് സോഫ്റ്റ്വെയർസും നമ്മൾ അറിയാതെ ഓപ്പൺ ചെയ്തത് മൂലം ഉണ്ടായ കറപ്ഷൻ ഒന്ന് തിരിച്ച് റിപ്പൻറ്റൻസിലൂടെയും ദൈവത്തോട് റീകണക്ട് ചെയ്യുന്നതിലൂടെയും നമ്മൾ ദൈവത്തോട് അടുത്ത് ദൈവത്തിൻ്റെ മഹത്വമുള്ള അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ പ്രാപിച്ച് സ്വർഗരാജ്യം നിത്യത പ്രാപിക്കുവാൻ വേണ്ടി ആഹ്വാനം ചെയ്യുവാനാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. ഈ അലക്സാണ്ടറച്ചൻ കടന്നുപോയ വഴി നിങ്ങളോട് ഇന്ന് പറയുന്നതായിരിക്കും. അത് പറയുമ്പോഴത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയൊക്കെ ഒരു വ്യക്തി നടന്ന് ജീവിതത്തിൽ നടന്നാലും നിൻ്റെ ദൈവം നിന്നെ കണ്ണു തുറന്ന് സ്നേഹത്തോടെ വിശ്വാസത്തോടെ നിന്നെ തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിനക്ക് കിട്ടാവുന്ന അനുഗ്രഹങ്ങൾ അമിതമാണ്. മനുഷ്യന് വിശ്വസിക്കാൻ വയ്യാത്ത വിധത്തിൽ, ലോകത്തിന് വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിൽ, ഹ്യൂമൻ ഐസ് ഓ ഹാർട്ട്സ് കനോട്ട് കോംപ്രിഹെൻഡ് അങ്ങനെയുള്ള ഒരു അനുഗ്രഹ സ്ഥാനത്ത് നിന്നെ ദൈവം കൊണ്ടാക്കും എന്നുള്ളത് ഇന്ന് ഞാൻ സാക്ഷി പറയും. ഇന്നത്തെ ടോപ്പിക്ക് എന്നോട് പറഞ്ഞിരിക്കുന്നത് ഈ 130ാമത്തെ മാരാമൻ കൺവെൻഷൻ ടോപ്പിക്ക് പറഞ്ഞിരിക്കുന്നത് റീബൂട്ട്, റിപ്പന്റ് ആൻഡ് റീകണക്ട്. 2 Corinthians chapter 5 verses 17. If anyone is in Christ, the new creation has come. The old has gone, the new is here. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായിട്ട് തീർന്നിരിക്കുന്നു. Part 1, I have 4 parts to this sermon. Part 1, you are made in the image and likeness of God. You are made in the image and likeness of God. എൻ്റെ പ്രിയപ്പെട്ടവരെ, as I was preparing for today's sermon, I was able to do some research and find you in light of Him is the first topic, first part of this. Why is this true? Which it is, well, first of all, God is the one who made us. But second, related to that idea, it is God's words that reveals the truth about who we were meant to be. ഞാനും നീയും എങ്ങനെ ആയിത്തീരണം, എങ്ങനെ ഈ ലോകത്ത് ജീവിക്കണം എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ വേണം. ജോൺ കാൽവിൻ, ഫ്രഞ്ച് പാസ്റ്റർ ആൻഡ് തിയോളജിയൻ, the opening line in his book, Massive Work of Theology, he says true and substantial wisdom principally consists of 2 parts: the knowledge of God and the knowledge of ourselves. John Calvin said, the knowledge of God is the ultimate beginning of your existence on this world. At the same time, the knowledge of ourselves is equally important because that is going to direct you in the sense of where you are heading in your life. നമ്മുടെ പലരുടെയും ജീവിതത്തിൽ ലക്ഷ്യമില്ലാതെ ഓടുന്നതായ സമയത്ത് എന്തും പിടിച്ചു പറ്റി, ഈ ലോകത്തിൽ എന്തും പിടിച്ചു പറ്റി എവിടെയും ആയിത്തീരണം, അത് ദൈവത്തിൻ്റെ ഒരു 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 നിന്നെക്കുറിച്ചുള്ള ഉദ്ദേശമാണോ എന്നറിയാതെ പരക്കം പാഞ്ഞ് നടക്കുമ്പോൾ ജോൺ കാൽവിൻ പറയുന്നത്, ദി നോളജ് ഓഫ് ourselves and the knowledge of God is the primary foundation of a Christian on this world. The same breath
that spoke galaxies into existence is the very breath sustaining your lungs right now. നിന്റെ ശ്വാസകോശത്തിൽ ഇന്ന് ഓടുന്നതായ ആ ശ്വാസം തന്നെയാണ് ഈ ലോകം സൃഷ്ടിച്ചത്. You carry something of heaven within your chest. Many of us forget that. We carry something of heaven within our chest. If you ever question the value of our existence on this world, look at what God was willing to pay to restore you. Can you imagine? God has sent His only begotten Son into this world so you and I can have a better life. The image of God is in you was so precious. The image of God in you was so precious that heaven's greatest treasure was spent to redeem it. Can you imagine? ദൈവത്തിൻ്റെ കുരിശിൽ തൂങ്ങിയ കർത്താവിൻ്റെ വില കൊടുത്ത് നിന്നെയും എന്നെയും ദൈവം തമ്പുരാൻ ഈ ലോകത്തിൽ സ്ഥാപിച്ചു, രക്ഷിച്ചു, സ്ഥിരീകരിച്ചു. യഹോവയായ ദൈവം നിലത്തെ മണ്ണുകൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചു. അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി. അപ്പോൾ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഉൽപ്പത്തി പുസ്തകം 2:7 Part 2. What happened to us? നമുക്ക് എന്ത് പറ്റി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട കാര്യമാണ്. എവരി ചോയ്സ് യു മേക്ക്, നിൻ്റെ ജീവിതത്തിൽ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങൾക്കും ഒരു കോൺസിക്വൻസ് ഉണ്ട്. എവരി ഡിസിഷൻ യു മേക്ക് ഇൻ ദിസ് വേൾഡ്, വെദർ ഇറ്റ് ഈസ് എ സ്മോൾ ലൈ ഓർ എ ബിഗ് ലൈ ഓർ എ സ്മോൾ ട്വിസ്റ്റ് ഓർ ടേൺ യു മേക്ക്, there is always a consequence behind it. We didn't want to be, why we make those decisions? Because we don't want to be under God's authority. ദൈവത്തിൻ്റെ അധികാരത്തിൽ ജീവിക്കാൻ ഇഷ്ടമില്ലാതെ വരുമ്പോഴാണ് ഈ തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്നത്. Number 2, we didn't want to listen to Him. ദൈവം പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യമില്ലാത്തതായ സമയത്ത് we deviate from God. Number 3, we cry out for our independence. ഞാൻ. We cry out for our independence, then we deviate from God. We no longer want God overseeing our destiny. ഞാൻ എവിടെ പോകുന്നു, ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു, ഞാൻ എവിടേക്ക് എന്ത് തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളത്, you don't want God to be overseeing the decision. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, കാറിൽ പോകുമ്പോൾ ഒരവസ്ഥയുണ്ട്, നമ്മൾ ഡ്രൈവ് ചെയ്യുക, റൈറ്റ് സൈഡിൽ ദൈവത്തോടൊപ്പം കർത്താവിനോടെന്താ പറയുന്നത്, ഇവിടെ ഇരുന്നോണേ, ഞാൻ പോകുന്ന വഴിയിൽ നീ എന്നെ അനുഗ്രഹിക്കുക, ഞാൻ പോകുന്ന വഴിയിൽ നീ എന്നെ അനുഗ്രഹിച്ച് രക്ഷിക്കണേ, സഹായിക്കണേ, പണക്കാരനാക്കണേ, വലിയ ആളാക്കണേ എന്നുള്ള ഒരു സജഷനാണ് ദൈവത്തിന് കൊടുക്കുന്നത്. Number 5, man's attempt to become like God. ദൈവത്തെ പോലെ ആയി തീരുവാൻ ഈ ലോകത്ത് നമ്മൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. And build a life without ever being answerable to God. That is the reason. What happened to us? All these 5 things are the reasons why we make choice in our lives. Sin didn't just break the rule, it broke relationship. പാപങ്ങൾ നമ്മുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യുകയല്ല ചെയ്തത്, പാപങ്ങൾ റൂൾ ബ്രേക്ക് ചെയ്യുകയല്ല ചെയ്തത്, പക്ഷേ ഇറ്റ് ബ്രോക്ക് റിലേഷൻഷിപ്പ്. ഫാമിലി തമ്മിലുള്ള വഴക്കുകൾ, ദൈവത്തെ അതിമറിഞ്ഞ് ജീവിക്കുക, ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുക, ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പാപങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ. ലൈക്ക് എ ഫോൺ ദാറ്റ് ഹാസ് ലോസ്റ്റ് ദി സിഗ്നൽ, we are designed for constant connection with God. ഇന്നത്തെ ഐഫോൺ 17 കൂട്ട് നമ്മൾ എവിടെ ആയിരുന്നാലും കണക്ഷൻ കിട്ടും, 5G കിട്ടുമെന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ട്. എന്നാൽ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു കഴിഞ്ഞാൽ you lose that connection. But disobedience, pride and the noise of this world pulled us out of range. The disobedience, pride and the noise of this world pull us out of God's range. The good news is that God never moved. He never took the eyes away from you.
നമ്മൾ പാപം ചെയ്ത് വ്യതിചലിച്ചാലും, നമ്മൾ പാപം ചെയ്ത് മാറിയാലും, നമ്മുടെ ക്രിസ്തുവേശു, നമ്മുടെ ദൈവം തമ്പുരാന് ഒരിക്കലും തൻ്റെ കണ്ണ് നമ്മളിൽ നിന്ന് മാറ്റിയിട്ടില്ല. അതുകൊണ്ട് എന്ന് നീ റിപ്പൻറ്റ് ചെയ്താലും നിന്നെ റീകണക്ട് ചെയ്ത് ആ കണക്ഷൻ തന്ന് നല്ല റേഞ്ചിൽ നിന്നെ ഓടിക്കുവാൻ പ്രതീക്ഷിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട്, സമാധാനത്തോട് വെയിറ്റ് ചെയ്യുന്ന ഒരു ദൈവം നമ്മുടെ മണ്ടയ്ക്കുണ്ട്. Your iniquities have separated you from your God. Your sins have hidden his face from you. നിങ്ങളുടെ അകൃത്യങ്ങൾ നിങ്ങളെ നിങ്ങളുടെ ദൈവത്തിൽ നിന്ന് വേർപെടുത്തിയിരിക്കുന്നു. നിങ്ങളുടെ പാപങ്ങൾ അവൻ്റെ മുഖത്ത് നിങ്ങൾക്ക് മറച്ചിരിക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, എന്തുകൊണ്ടാണ് നമ്മളിന്ന് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും രോഗങ്ങളും അനുഭവിച്ച് തന്നെത്താനെ ഡിപ്രഷനിലും തന്നെത്താനെ നിരാശയിലും സ്ട്രെസ്സിലും ആങ്സൈറ്റിയും കടന്ന് മുങ്ങുന്നതിന് കാരണം നിങ്ങളുടെ അകൃത്യങ്ങൾ നിങ്ങളുടെ ദൈവത്തിൽ നിന്ന് വേർപെടുത്തിയിരിക്കുന്നു. നിങ്ങളുടെ പാപങ്ങൾ അവൻ്റെ മുഖത്ത് നിങ്ങൾക്ക് മറച്ചിരിക്കുന്നു. യെശയ്യാവ് 59:2. I will tell you, every decision you make, every choices that you think are simple has profound consequences. I will tell you a couple of stories before I move on to part 3. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മകൻ പോള് ബോസ്റ്റണിലെ വാൾത്താം എന്ന സ്ഥലത്ത് തൻ്റെ അമ്മ 16 വർഷം കഷ്ടപ്പെട്ട് തൻ്റെ മകനെ സ്കൂളിൽ ഹോം സ്കൂൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവനെ സ്കൂളിൽ കൊണ്ടുവിടുക, പിക്കപ്പ് ചെയ്യുന്ന എന്നൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്തു. 2 മക്കൾ, അതിൽ ഒരാൾ സ്കൂൾ ഫിനിഷ് ചെയ്ത് കോളേജിലേക്ക് പോയി. രണ്ടാമത്തെ മകൻ 16 വയസ്സ് ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല ഒരു ഫുട്ബോൾ പ്ലെയർ. അവനെ എല്ലാ ദിവസവും 3:30 ആകുമ്പോൾ സ്കൂളിൽ നിന്ന് പിക്കപ്പ് ചെയ്യുന്ന ഒരമ്മ. ഒരു ദിവസം പോലും അമ്മ താമസിച്ചിട്ടില്ല. എന്നാൽ ഒരു ദിവസം അമ്മ ഒരു 2 മിനിറ്റ് താമസിച്ച സമയത്ത്, ട്രാഫിക്കിൻ്റെ കുഴപ്പം കൊണ്ട് താമസിച്ച സമയത്ത്, ദൂരെ നിന്ന് അമ്മയ്ക്ക് കാണാൻ പറ്റും തൻ്റെ മകനും 3 പിള്ളേരൂടെ ആ സ്റ്റോപ്പിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മകൻ പുറകോട്ട് നോക്കുന്നുണ്ട്, അമ്മ വരുന്നോ എന്നുള്ള വരുന്ന കാര്യത്തെക്കുറിച്ച്. ആ സമയത്ത് തൻ്റെ കൂടെയുള്ള കൂട്ടുകാരൻ പറഞ്ഞു, എടാ പോളെ, I will drop you to your home. ആ സമയത്ത് അമ്മയ്ക്ക് കാണാൻ പറ്റും നിൻ്റെ മകൻ തൻ്റെ കൂട്ടുകാരോട് സംസാരിക്കുന്നത്. പോൾ പറഞ്ഞു, മൈ മാം വിൽ ബി ഹിയർ. എൻ്റെ അമ്മ തൊട്ട് പുറകെ കാണും. ഷീ വിൽ ബി ഹിയർ എനി മൊമെൻറ്റ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ദി അതർ ബോയ്, ദിസ് ഫ്രണ്ട് ആക്ച്വലി സെഡ് മാമാസ് ബോയ്. അമ്മയുടെ മകനെന്ന് കളിയാക്കി സംസാരിച്ച ആ വിതിൻ ദാറ്റ് 2 seconds peer pressure, Paul decided to go with his friends to the house. They took off from there in a Firebird Trans Am, a sports car. They took off. അവൻ്റെ അമ്മ പുറകിൽ നിന്ന് വിളിക്കുന്നുണ്ട്, മോനെ ആ കാറിൽ കയറരുത്, നീ കാറിൽ കയറരുത്, അമ്മ ഇവിടെ ഉണ്ട്, നീ കാറിൽ കയറരുത്, അമ്മ 16 വർഷം നിന്നെ പൊന്നുപോലെ നോക്കി, നീ ആ കാറിൽ കയറലേ എന്ന് തൻ്റെ മകനെ ഓടിച്ച് വിളിക്കുന്നു. അന്നേരവും ഈ കൂട്ടുകാരൻ ഫോഴ്സ് ചെയ്ത് അവൻ കാറിൽ കയറി. അവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നത് ടേക്ക് ഓഫ് ചെയ്തു. ഹി വെൻറ്റ് അപ് ടു ഇൻ ദി സ്പോർട്സ് കാർ. 145 മൈൽ പെർ ഹവറിൽ അവൻ ടേക്ക് ഓഫ് ചെയ്തു. ഒരു ഹില്ല് വന്ന സമയത്ത് ഹി വാണ്ട് ടു ഫീൽ ഹൗ ഇറ്റ് ഫീൽസ് ടു ഗോ ഓവർ ദ ഹിൽ. ആ ഹില്ലിൻ്റെ മണ്ടയ്ക്കൂടെ 145 മൈൽ സ്പീഡിൽ പോകണമെന്ന് അവൻ ആഗ്രഹിച്ചു. അവൻ ടേക്ക് ഓഫ് ചെയ്ത് ഹി ലോസ് കൺട്രോൾ ഓഫ് ദി കാർ ആൻഡ് ദേ ഹിറ്റ്. 250 വർഷം പഴക്കമുള്ള ഒരു മരത്തേൽ പോയി ഇടിച്ച് വെറും ഒരു ഫുട്ബോളിൻ്റെ ഷേപ്പിലായ കാറിൽ നിന്ന് അവൻ്റെ കൂട്ടുകാരും 3 പേരും തെറിച്ച് പുറത്തു വന്നു. എന്നാൽ ഈ പയ്യന് ഒരു ഫുട്ബോളിൻ്റെ ഷേപ്പിൽ ആ കാർ അപകടത്തിൽ നിന്ന് മരിക്കുകയാണ്. നമ്മൾ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും, എൻ്റെ പൊന്നു കുഞ്ഞുങ്ങൾ പുറകിരിക്കുന്നവർ, നിങ്ങളെടുക്കുന്ന എന്ത് തീരുമാനങ്ങൾക്ക് ഒരു ഭവിഷ്യത്ത് ഈ ലോകത്തിലുണ്ട്. There is a profound consequence behind every decision you make. അന്ന് ഓടിപ്പോയി അത് കണ്ട് ഓടിപ്പോയി തൻ്റെ മകനെ തിരക്കിയ ആ അമ്മ അവിടെ വെച്ച് കൊളാപ്സ് ചെയ്യുകയാണ്. ഇന്ന് 45 വർഷത്തിന് ശേഷം ഇന്നും ആ അമ്മ പാരലൈസ്ഡ് ആയിട്ട് ആ ബെഡിൽ കിടപ്പുണ്ട്. തൻ്റെ മകൻ്റെ ശവടക്കിന് പോലും പോകാൻ സാധിക്കാതെ. അപ്പനൊരു മിണ്ടിയിട്ടില്ല. ഫ്യൂണറലിന് ഞാനും ഉണ്ടായിരുന്നു. ഫ്യൂണറൽ സമയത്ത് എല്ലാം യൂളജി സർവീസും എല്ലാം കഴിഞ്ഞിട്ട് തൻ്റെ മകനെ പോബേറേഴ്സ് പുഷ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത്
ഓടി വന്ന് ആ കാസ്കറ്റിൻ്റെ മണ്ടയ്ക്ക് ചാടിക്കേറി ഒരപ്പൻ്റെ സീൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ ഒരു സീൻ കണ്ടു കഴിഞ്ഞാൽ ഈ വേദിയിരിക്കുന്ന എൻ്റെ ഒരു കുഞ്ഞുങ്ങളും തൻ്റെ ഡിസിഷൻ അടിപിടി എടുക്കുകയില്ല. അവർ ആലോചിച്ച് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യത്തിന് എന്ത് ഭവിഷ്യത്തുണ്ടാകും, വാട്ട് ആർ ദി കോൺസിക്വൻസ് ഓഫ് മൈ ഡിസിഷൻ എന്ന് ആലോചിച്ച് തന്നെ ചെയ്യും. എൻ്റെ മക്കളെ, ഈ ലോകം ശാശ്വതമല്ല. ദിസ് ഈസ് എ ടെമ്പററി വേൾഡ് വി ആർ ലിവിങ് ഇൻ. നമ്മൾ തെറ്റുകൾ കാണിക്കും, കുറ്റങ്ങൾ കാണിക്കും, പാപങ്ങൾ ചെയ്യും. ചെറിയ ചെറിയ മിസ്റ്റേക്സ് വി വിൽ മേക്ക് ഇൻ അവർ ലൈഫ്. ദി ക്വസ്റ്റ്യൻ ഐ ഹാവ് ആസ് പാർട്ട് 3 ഈസ് വാട്ട് ഡു വി ഡു നൗ? നമ്മൾ എന്ത് ചെയ്യും ഈ ഒരവസ്ഥയിൽ? എനിക്കറിയാം, ഇത് കേൾക്കുന്ന കുഞ്ഞുങ്ങൾ പലരും ഈ ലോകത്തെ ആശ്രയിച്ച് പല വിധത്തിൽ തീരുമാനങ്ങളെടുത്ത്, കൂട്ടുകാരുടെ പ്രഷർ അനുസരിച്ച് പല തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ചെയ്യരാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, വിചാരിക്കാൻ വയ്യാത്ത തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. 10,000-30,000 കൺഫെഷൻസ് കേട്ടിട്ടുള്ള, 38 വർഷത്തിലാണ് കേട്ടിട്ടുള്ള ഒരു അച്ഛനാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ദി തേർഡ് പാർട്ട് ഓഫ് ദിസ് സെഷൻ ഫോർ മീ ഈസ് വാട്ട് ഡു വി ഡു? ഇപ്പോൾ എന്ത് ചെയ്യും നമ്മൾ? ലൈഫ് ഇങ്ങനെയായി തീർന്നു, തീരുമാനങ്ങൾ എടുത്തു, ഞാൻ എന്ത് ചെയ്യും? ഈസ് ഇറ്റ് പോസിബിൾ ഫോർ മീ ടു റിപ്പന്റ് ആൻഡ് റീകണക്ട്? ഞാൻ എൻ്റെ പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ദൈവത്തിൽ പിന്നെ അഭയം പ്രാപിക്കാൻ എനിക്ക് സാധിക്കുമോ എന്നുള്ള ഒരു ചിന്ത പലരുടെയും മനസ്സിലുണ്ടാകും. ഞാൻ ഒത്തിരി പാപം ചെയ്തു. സാത്താൻ പറയുന്നത് എന്താണെന്നറിയാവോ? നീ ഒത്തിരി പാപം ചെയ്തു കഴിഞ്ഞു, ഇനി ഒരിക്കലും ദൈവത്തോട് അടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് വൈ ഡോണ്ട് യു ജസ്റ്റ് കണ്ടിന്യൂ ഇൻ ദി സെയിം പാത്ത്? എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ അനുഗ്രഹം പിടിച്ചു പറ്റുവാൻ വേണ്ടി നമ്മൾ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ആ ദൈവം നമ്മളെ ഓടി വന്ന് ആലിംഗനം ചെയ്ത് തൻ്റെ നിത്യതയിലേക്ക് സന്തോഷകരമായ ഒരു ജീവിതം നയിച്ച് നിത്യതയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സഹായിക്കും. Can God repair the unrepairable? Can God repair the unrepairable? There is power in the hands of God to repair any person, object or situation. ദൈവത്തിൻ്റെ കൈകൾക്ക് തിരുത്താൻ കഴിയാത്ത തെറ്റുകളില്ല, അവന് പരിഹരിക്കാൻ കഴിയാത്ത തകർച്ചകളുമില്ല. എൻ്റെ മക്കളെ, യെശയ്യാവ് 41:10 പറയുന്നതാണ്, ദൈവത്തിൻ്റെ കൈകൾക്ക് തിരുത്തുവാൻ കഴിയാത്ത തെറ്റുകളില്ല, അവന് പരിഹരിക്കാൻ കഴിയാത്ത തകർച്ചകളുമില്ല. നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും, എന്ത് വഴികളും നമ്മൾ നടന്നുവെങ്കിലും നിന്നെ 2 കരങ്ങളും ചേർത്ത് അടുത്ത് പിടിച്ച് ആലിംഗനം ചെയ്ത് നിന്നെ സ്നേഹിക്കുവാനും സ്വീകരിക്കുവാനും സ്വർഗം തുറന്ന് ഇരിക്കുന്നുള്ള യാഥാർത്ഥ്യം നീ മറന്നു പോകരുത്. The hands of God can repair the irreparable. യെസയ്ക്കേൽ പ്രവാചകന്റെ 37:1-10, when you get a chance you read it. The hands of the Lord was upon me and carried me out into the spirit of the Lord and set me down in the midst of the valley which was full of bones. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ, ആ ഒരു സീനൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. എൻ്റെ മക്കളെ, യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവ് എന്നെ പുറപ്പെടുവിച്ചു, താഴ്വരയുടെ നടുവിൽ നിർത്തി, അത് അസ്ഥികളെ കൊണ്ട് നിറഞ്ഞിരുന്നു. ഒരു മൂവി സീനായില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവിടെ അസ്ഥികളെ കൊണ്ട് നിറഞ്ഞിരുന്നു. അവന് എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി നടക്കുമാറാക്കി. അവിടെ നിന്ന് എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികളെ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നുവല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അവൻ എന്നോട് കൽപ്പിച്ചതിന്, നീ ഈ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. ഈ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അവസ്ഥ, പലരുടെ അവസ്ഥ ഉണങ്ങിയ അവസ്ഥയാണ്. കാരണം ദൈവമില്ലാത്ത ഒരവസ്ഥ, സന്തോഷമില്ലാത്ത ഒരവസ്ഥ, സമാധാനമില്ലാത്ത ഒരവസ്ഥ. ആ അവസ്ഥയിൽ നിൻ്റെ ദൈവം പറയുകയാണ്, ഇവിടെ യഹോവ കർത്താവ് ഈ അസ്ഥികളോടെ ഇപ്രകാരം അരുളി ചെയ്തിട്ട്,
ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളുടെ ശ്വാസം വരുത്തുമെന്ന് പറഞ്ഞു. ആ ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ശ്വാസം വരുന്ന ഒരവസ്ഥ, ജീവനുള്ള ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ കഴിവുള്ള ഏക വ്യക്തി ലോകത്തിലുള്ളത് ഇറ്റ് ഈസ് ദ ഹാൻഡ്സ് ഓഫ് ഗാഡ് ക്യാൻ റിപ്പയർ ദി ഇർറിപ്പയറബിൾ. ക്യാൻ യു ഇമാജിൻ ഇത്രയും അസ്ഥിക്കൂടുകൾ ഇവിടെ കിടക്കുമ്പോൾ, ആ വാലിയിൽ കിടക്കുമ്പോൾ കൈ ആരുടേതാണ്, കാലാരുടെയാണ്, തലയോട്ടി ആരുടെയാണ്, വാരിയെല്ലാം ആരുടെയാണെന്ന് അറിയാൻ വയ്യാതെ ഇങ്ങനെ വിതറിക്കിടക്കുന്ന അസ്ഥി കൂട്ടത്തിൽ ഇവിടെ ദൈവം തമ്പുരാൻ പറയുന്നു, നീ അസ്ഥികളെ തിരിച്ച് ജോയിൻ ചെയ്ത് ഒരു ആർമിയാക്കാൻ കഴിവുള്ള ദൈവം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. അപ്പോൾ യു ക്യാൻ ഇമാജിൻ, നിങ്ങൾക്ക് ഒരു ഡ്രീം ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് ഈ അസ്ഥികൾ അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ എണ്ണിച്ച് കൈകൾ തമ്മിൽ ജോയിൻ ചെയ്തു. തലയോട്ടി പോയി ഇരുന്നത് റൈറ്റ് പേഴ്സൻ്റെ തലയിൽ പോയിരുന്നു. അവർ എണ്ണിച്ചു, ശ്വാസമൂതി. യു ഹേർഡ് സം സ്കേറി വിൻഡ്. 4 തരത്തിലുള്ള വിൻഡ് കെയിം ആൻഡ് ഗേവ് ദം എയർ ആൻഡ് ദേ ബിക്കെയിം ദി ബിഗസ്റ്റ് ആർമി ഓഫ് ദാറ്റ് ടൈം ടു ഡിഫീറ്റ്. സോ നിൻ്റെ ദൈവം നിൻ്റെ ശരീരത്തിൽ ഊതിയ ആ ജീവശ്വാസം, നിൻ്റെ ജീവിതത്തിൽ ഊതിയ ആ ജീവശ്വാസം കൊണ്ട് നിനക്ക് നേടാൻ പറ്റാത്ത ഒന്നും തന്നെ ഈ ജീവിതത്തിലില്ല. എന്തുമാണ് നമുക്ക് നേടേണ്ടത്? 15 റോൾസ് റോയ്സ് കാറോ, 10,000 കോടി രൂപ ബാങ്കിലോ? ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, മരിച്ചു കഴിഞ്ഞാൽ ഓർത്തഡോക്സുകാർക്ക് ആനീത എന്ന് പറയുന്ന ഒരു സൺഡേ ഉണ്ട്. സാറ് വാങ്ങിപ്പോയ ഓർമ്മ. ഞാൻ പറയും, ആ പള്ളിയിൽ നിൽക്കുന്ന 2 ഗ്രൂപ്പുകാരുണ്ട്. അവർ നിങ്ങളെ ഓർക്കുന്ന 2 രീതിയിലാണ്. എൻ്റെ ദൈവമേ, ഇവനെ ഈ ലോകത്തിൽ നിന്ന് കെട്ടിയെടുത്തതിന് 1000 നന്ദി എന്ന് പറയുന്ന കുറേ വ്യക്തികൾ ആ പള്ളിയിൽ കാണും. അല്ല എങ്കിൽ എൻ്റെ അപ്പ, എൻ്റെ അമ്മ, എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ അയ്യോ പോയല്ലോ എന്ന് സങ്കടപ്പെടുന്ന ഒരു ഗ്രൂപ്പുകാർ കാണും. നിൻ്റെ ലെഗസി, വാട്ട് ഈസ് ദ ലെഗസി യു വാണ്ട് ടു ലീവ് ബിഹൈൻഡ്? പണമോ? ആ പണമുണ്ടോ? പാവം പിടിച്ചവനായാലും ശരി, നിന്നെ 6 അടി കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ആ നിന്നെ തിന്നാൻ പോകുന്ന പുഴുവിന് ഇവൻ പണക്കാരനായതുകൊണ്ട് നാളെ വരാമെന്ന് പറയുന്നു നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. ആ തിന്നുന്ന പുഴുക്കൾക്ക് അറിയുകയില്ല. നിൻ്റെ 10 കോടി രൂപയോ 15 റോൾസ് റോയ്സോ 20 റോൾസ് റോയ്സോ ഒരു നേരത്തെ ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ ദൈവം തമ്പുരാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്നെ സഹായിക്കും. ഹ്യൂമൻലി സ്പീക്കിംഗ്, ഇറ്റ് ലുക്ക് ലൈക്ക് നത്തിങ് കുഡ് റെസിസ്റ്റേറ്റ് ദോസ് ബോൺസ്. അവിടെ നിൽക്കുമ്പോൾ നമുക്ക് കാണാം, നമുക്ക് വിശ്വസിക്കാം, ഈ ബോണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് എസെക്കിയേൽ പ്രവാചകൻ അവിടെ നിന്നപ്പോൾ വിചാരിച്ച് കാണണം. എന്നാൽ ദൈവം തമ്പുരാൻ തൊട്ട് അനുഗ്രഹിച്ച് അതിലേക്ക് ഊതി കഴിഞ്ഞപ്പോൾ they are transformed into a great army, my dear children. This afternoon, those who are broken, those who are damaged, those who are facing terminal years, cancer വന്ന് അച്ഛാ എനിക്ക് 6 മാസമേ ഇനിയുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. എത്ര നാൾ ഞാൻ ജീവിക്കും എന്നെനിക്കറിയുകയില്ല. അങ്ങനത്തെ പലവിധ ആൾക്കാരെ കർത്താവിന് മുമ്പിൽ കൊണ്ടുവന്നു. Some men came bringing to him a paralyzed man carried by 4 men. 4 കൂട്ടുകാർ ചേർന്നൊരു പാരലൈസ്ഡ് മാനെ കൊണ്ടുവന്നു. Some of them who were brought were terminally ill like you and I are. In St. Matthew 9:23-26 says, he said, go away, the girl is not dead but she is asleep. ഈ മകള് മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങുകയാണ്. അവളെ വിളിച്ച് കർത്താവ് ഉണർത്തുന്ന ആ ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. സെയിൻറ്റ് ലൂക്ക് 7:11-15 വരെ ജീസസ് വെന്റ് ടു എ ടൗൺ കോൾഡ് നയീൻ എന്ന് പറഞ്ഞ ഒരു ടൗണിൽ ചെന്നു. എ ഡെഡ് പേഴ്സൺ വാസ് ബീയിങ് ഒറ്റ മകന് അവിടെയും കർത്താവ് പറഞ്ഞു, എടാ മകനെ നീ ഡോണ്ട് ക്രൈ. അമ്മയോട് പറഞ്ഞു നീ കരയരുത്. അമ്മയോട് പറഞ്ഞു നീ കരയാതെ, നിൻ്റെ മകൻ മരിച്ചിട്ടില്ല. അങ്ങനെ പറയുന്ന നിരാശയിലൂടെയും ഡിപ്രഷനിലൂടെയും ജീവിതം നയിക്കുന്ന എത്രയോ ആൾക്കാർ, ഞാനും നീയും ഉൾപ്പെടെ അറിയാവുന്ന എത്രയോ വ്യക്തികൾ ഈ വേദിയിൽ ഇരിപ്പുണ്ട്, ഈ പ്രസംഗം കേൾക്കുന്നു. നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ, ദി ഡെഡ് റൈസ് ടു ലൈഫ്. ലാസറസേ നീ ഇറങ്ങി വരിക.
അവിടെ അവൻ്റെ സഹോദരങ്ങൾ പറഞ്ഞത്, നീ ഞങ്ങളുടെ നടുവിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ആ ഒരു വിശ്വാസത്തിൽ ദൈവത്തിൽ അടുത്ത് വന്ന് അവനോട് നിങ്ങൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് വേണ്ടുന്ന അനുഗ്രഹങ്ങളെ തരും, നിങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങളെ ചെയ്തു തരും. അവൻ he will touch you with his right hand. They were healed, they were restored and delivered and received a new beginning. ഇന്ന് ഇവിടെ ഒരു പുതിയ ജീവിതം പ്രാപിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന മക്കളെ, ദൈവം തമ്പുരാൻ നിങ്ങളെ കൊതിയോടെ നോക്കിയിരിക്കുകയാണ്, കൈ തൊട്ട് അനുഗ്രഹിക്കാൻ വേണ്ടി. ദൈവം തമ്പുരാൻ നിങ്ങളെ അനുഗ്രഹിച്ച് തൻ്റെ മക്കളായിട്ട് സന്തോഷത്തോടും സമാധാനത്തോടും ആയുസ്സും ആരോഗ്യം തന്ന് ഈ ലോകത്ത് നയിക്കണമെങ്കിൽ നീ റിപ്പൻഡൻസിലൂടെയും റീകണക്ഷനിലൂടെയും ദൈവത്തിൽ തിരിച്ചു വന്നേ പറ്റൂ. അതില്ലാത്തവരാണ് നിരാശ. ഈ പുറത്ത് എത്ര ചൂടായിരുന്നാലും, ഈ പുറത്ത് എത്ര സിക്ലോൺ ഉണ്ടായാലും, എത്ര സ്റ്റോംസ് ഉണ്ടായാലും, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ദി ജോയ് ഓഫ് ബീയിങ് എ ക്രിസ്ത്യൻ ലൈഫ്, ദി ജോയ് ഓഫ് ലീഡിങ് എ ക്രിസ്ത്യൻ ലിവിങ് ഓൺ ദിസ് എർത്ത്, ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നതിന് സന്തോഷം നിങ്ങൾക്കറിയാൻ വയ്യാനായിട്ടാണ്. പണത്തിൻ്റെ ആവശ്യമില്ല, വലിയ ബാങ്ക് ബാലൻസിൻ്റെ ആവശ്യമില്ല. കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവും. 3 നേരത്തെ ആഹാരം കഴിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിങ്ങളെ വിമുക്തരാക്കി സന്തോഷത്തോടെ ആലിംഗനം ചെയ്ത് കൂടിപ്പിടിച്ച് നിങ്ങളോട് കൂടെ നടക്കാൻ നിങ്ങൾക്ക് ധൈര്യവും ശക്തിയും നൽകുന്ന ഒരു യേശു തമ്പുരാൻ നമ്മുടെ മുമ്പിലുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളെ, അവർ ആ ദൈവത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ ദൈവം തമ്പുരാൻ നമ്മളെ സഹായിക്കും. ഐ ഡോണ്ട് നോ ഹൗ ബാഡ് യുവർ സിറ്റുവേഷൻ ഈസ് ടുഡേ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിത സിറ്റുവേഷൻ എനിക്കറിയേയില്ല. രോഗങ്ങളാണോ, ക്യാൻസറാണോ, ഹാർട്ട് ഇഷ്യൂസാണോ, കോടികളുടെ കടബാധ്യതകളാണോ, രോഗങ്ങളാണോ, പ്രയാസങ്ങളാണോ, കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങളാണോ, അല്ല കുഞ്ഞുങ്ങൾക്ക് പേരൻസിൻ്റെ പ്രശ്നങ്ങളാണോ, കള്ള് കുടിച്ച് കുടുംബജീവിതം മുടിപ്പിക്കുന്ന നിൻ്റെ അപ്പൻ്റെ കാര്യമാണോ, അല്ലെങ്കിൽ വേണ്ടാത്ത നടക്കുന്ന നിൻ്റെ അമ്മയുടെ കാര്യങ്ങളാണോ, നിന്നെ ഇന്ന് ഭീതിപ്പെടുത്തുന്ന നിൻ്റെ സിറ്റുവേഷൻ എനിക്കറിയേയില്ല. നീ കടന്നു പോകുന്ന കഷ്ടപ്പാടുകൾ എനിക്കറിയേയില്ല, നീ കടന്നു പോകുന്ന ദുഃഖം എനിക്കറിയേയില്ല. ബട്ട് ഐ ക്യാൻ ടെൽ യു സംതിങ്. ദർ ഈസ് നോ മിസ്റ്റേക്ക്. നിൻ്റെ ജീവിതത്തിലുള്ള ഒരു മിസ്റ്റേക്കും the hands of God can correct. ദൈവത്താൽ കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലില്ല. No damage in the hands of God can repair. No problem the hands of God can solve. എൻ്റെ കുഞ്ഞുങ്ങളെ, 1996 ദൈവത്തിൽ നിന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ കൊച്ചുമക്കൾ കേൾക്കുന്ന അലക്സാണ്ടർ അച്ഛൻ്റെ ജീവിതത്തെക്കുറിച്ച് കേൾക്കണം. 1996 ഒരു ചെറിയ, നിങ്ങളുടെ കൂട്ടു തന്നെ ഒരു ചെറിയ ഡീവിയേഷൻ ലൈഫിൽ ഉണ്ടാക്കിയ ഒരു മനുഷ്യനായ ഞാൻ, എൻ്റെ ഫോക്കസ് ദൈവത്തിൽ നിന്ന് ചെറുതായിട്ടൊന്ന് തിരിഞ്ഞു. ആ സമയത്ത് കയ്യിലുണ്ടായിരുന്ന എല്ലാ പൈസയും എടുത്ത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അതുമൂലം എല്ലാം ജീവിതത്തിൽ തകർന്ന് ഒന്നുമില്ലാത്തവനായി തീർന്ന് ആത്മഹത്യാ വക്കത്ത് വന്ന ഒരു അച്ഛനെക്കുറിച്ച് നിങ്ങൾക്ക് പലർക്കും അറിയേയില്ല. 1998 ഡിസംബർ 31 രാത്രിയിൽ എൻ്റെ 2 പെൺമക്കൾ മടിയിലിരിപ്പുണ്ട്. എൻ്റെ അജിത എൻ്റെ അടുത്തുണ്ട്. രാത്രി കരഞ്ഞ് പ്രാർത്ഥിച്ചു. എങ്ങനെ ആ എൻഡ് ഓഫ് ദി ടണൽ, ആ കറുത്ത ടണലിൻ്റെ അപ്പുറം എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. കോടികളുടെ കടം കയറി എന്നെ മുക്കി. എങ്ങനെ ജീവിക്കും, എങ്ങനെ ശ്വാസം വിടും, എങ്ങനെ എൻ്റെ 2 പിഞ്ചും കുഞ്ഞുങ്ങൾക്ക് പാല് മേടിക്കും, ഡയപ്പറും മേടിക്കുമെന്നറിയാൻ വയ്യാതെ നിരാശയിൽ ജീവൻ ഒതുക്കാം എന്ന് സാത്താൻ എന്നോട് പറഞ്ഞതായ രാത്രിയിൽ എൻ്റെ അജിത എന്നോട് അച്ചാ ഒന്നും ആലോചിക്കണ്ട, ജീവനുള്ള ദൈവം, നീ പ്രസംഗിക്കുന്ന ദൈവം, നീ സാക്ഷി പറയുന്ന ദൈവം നിനക്ക് തുണയായിട്ടുള്ളപ്പോൾ നീ എന്തിനാണ് പ്രയാസപ്പെടുന്നത്, കഷ്ടപ്പെടുന്നത്?
ലൈഫ് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കൊന്നിച്ച് ചെയ്യാമെന്ന് എൻ്റെ അജിത എന്നോട് പറഞ്ഞു. ആ രാത്രിയിൽ ന്യൂയോർക്കിൽ ആ ബോൾ വരുന്നതിന് തൊട്ട് മുമ്പ് പിന്നെയും പ്രാർത്ഥിച്ചു. എൻ്റെ ദൈവമേ, ഞാൻ നിങ്ങളോട് ഇന്ന് പറയുന്ന കൂട്ട് തന്നെ എനിക്ക് ഒരു ചാൻസ് കൂടെ ലൈഫിൽ തരിക. എൻ്റെ ദൈവമേ, നിന്നെ വിട്ട് നിന്നെ അറിയാതെ നിന്നിൽ നിന്ന് വ്യതിചലിച്ച് ഞാൻ ഒരിക്കലും ജീവിക്കുകയില്ല. നിനക്ക് വേണ്ടി ലോകം മുഴുവൻ ഞാൻ സാക്ഷി പറയും എന്ന് ഒരു ഉടമ്പടി എടുത്ത മനുഷ്യനാണ് അന്ന് 1998 ഡിസംബർ 31 രാത്രിയിൽ. 2 വർഷം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് അന്ന് രാത്രിയിൽ ഞാൻ 10 മണിക്കൂർ നേരം ഒരുപോലെ സമാധാനത്തോടെ ഉറങ്ങി. 2 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് 10 മണിക്കൂർ ഉറങ്ങുന്നത് 1999 ജാനുവരി 1 വെളുപ്പിനെയാണ്. എൻ്റെ മക്കളെ, ദൈവത്തിലേക്ക് തിരിഞ്ഞ് എൻ്റെ കർത്താവ് ദൂരെ നിന്ന് ഓടി വന്ന്, എൻ്റെ മകനെ, നിന്നെ ഞാൻ മിസ് ചെയ്തു, 2 വർഷം നിന്നെ ഞാൻ ലൂസ് ചെയ്തു, നീ പറഞ്ഞുകൊണ്ടിരുന്ന സാക്ഷി ഞാൻ മിസ് ചെയ്തു എന്ന് പറഞ്ഞ് എന്നെ ഓടി വന്ന് ആലിംഗനം ചെയ്തതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. 3 മാസം കഴിയുമ്പോൾ എനിക്ക് വേണ്ടി എൻ്റെ ദൈവം ഒരു ആൺകുഞ്ഞിനെ തന്നു. സെപ്റ്റംബർ 1999 360 പേര് അപ്ലൈ ചെയ്ത സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സീനിയർ ഉദ്യോഗസ്ഥനായിട്ട് എനിക്ക് ജോലി കിട്ടുന്നത്. 360 പേര് അപ്ലൈ ചെയ്ത ഈ ജോലിയിൽ അവസാനത്തെ 10 ടോപ്പ് 10 ആൾക്കാരിൽ ഒരാളായിരുന്നു ഞാൻ. അവസാനത്തെ 3 പേര് 7 ഇൻ്റർവ്യൂ കഴിഞ്ഞ് അവസാനത്തെ 3-ാമത്തെ ആൾ, 3 ആളുകൾ ഒരാൾ ഞാൻ. അവസാനം ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം, വാട്ട് മേക്സ് യു ഡിഫറെൻറ്റ്. ഞാൻ പലയിടത്തും പോയി പറഞ്ഞ കാര്യം, വാട്ട് മേക്സ് യു ഡിഫറെൻറ്റ് ദാൻ ദി അതർ 2 ഇൻ ദിസ് ടീം. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. 7 ഇൻ്റർവ്യൂ കഴിഞ്ഞ് നിങ്ങൾക്ക് അറിയാമെങ്കിലെന്ന് മനസ്സിൽ ചിന്തിച്ച് എനിക്ക് ജോലി വേണ്ട, എന്നാൽ പട്ടിണിയാണ് എനിക്ക്. കാരണം ജോലിയില്ല, 9 മാസമായി ജോലിയില്ലാതായിട്ട്. അന്നേരം ഞങ്ങളുടെ മുഖത്തെ വെപ്രാളം കണ്ട് അവർ ചോദിച്ചു, ഡു യു സ്പീക്ക് എനി ന്യൂ ലാംഗ്വേജ്? നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോറിൻ ലാംഗ്വേജ് സംസാരിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പെട്ടെന്ന് കൈപോക്കി, പ്രൗഡായിട്ട് കൈപോക്കി ഞാൻ. യെസ്. അവർ ചോദിച്ചു എന്തോ ഭാഷയാണെന്ന്. അവർ വിചാരിക്കും അറബിക്കോ വല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു, യു വോണ്ട് നോ, നിങ്ങൾക്കറിയത്തില്ല അതിൻ്റെ മല്ലൈ. അവർ ഇമ്മീഡിയറ്റ്ലി പറയും, ദാ ക്രൈസി ലാംഗ്വേജ്. മുമ്പോട്ടും പുറകോട്ടും സ്പെല്ല് ചെയ്ത് കഴിഞ്ഞാൽ മലയാളം എന്ന് സൗണ്ട് ചെയ്യുന്ന ആ ലാംഗ്വേജ് നിനക്ക് എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിയാമോ? ഞാൻ പറഞ്ഞു, യെസ് ഐ നോ 66 ലെറ്റർ നിനക്കറിയാമോ? തീർച്ചയായിട്ടും എനിക്കറിയാം എന്ന് പറഞ്ഞു. അവർ അടുത്ത 2 ആൾക്കാരെ നോക്കി, നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടെന്ന് ചോദിച്ചു. ഇല്ല. അന്നേരം എന്നോട് പറഞ്ഞു, അലക്സ്, യു ആർ ഹയർഡ് ഫോർ ദി ജോബ്. മലയാളം സംസാരിക്കുന്ന കേരളത്തിൽ നിന്ന് വന്ന എൻ്റെ പാരമ്പര്യം മറക്കാതെ ഇന്ന് വരെ എൻ്റെ 3 കുഞ്ഞുങ്ങളെ എൻ്റെ അജിത മലയാളം പഠിപ്പിച്ച് സംസാരിക്കാനും എന്നെക്കാട്ടും ഫ്ലുവൻ്റ് അവർ മലയാളത്തിൽ. അങ്ങനെ ഒരു ജീവിതം നയിച്ച് ദൈവത്തിലോട്ട് തിരിഞ്ഞു വന്നത് മൂലം കിട്ടിയ ജോബാണ് 1999 സെപ്റ്റംബർ 21. അതിൽ നിന്ന് എൻ്റെ ദൈവം ഞാൻ പറഞ്ഞ ഉടമ്പടി കീപ്പ് ചെയ്തു. ഓഗസ്റ്റ് 13 1999 എനിക്ക് മകൻ ജനിച്ചു, ഇലായിഷ ജനിച്ചു. ഈ സെപ്റ്റംബറിൽ ജോലി സ്റ്റാർട്ട് ചെയ്തു. അവിടുന്ന് എൻ്റെ ദൈവം എന്നെ 147 രാജ്യങ്ങൾ കൊണ്ടുപോയി, 37 വട്ടം ജെറുസലേമിൽ കൊണ്ടുപോയി, 60 രാജ്യങ്ങൾ വചനം പറയാനുള്ള വേദി എനിക്ക് ഒരുക്കി തന്നു. എൻ്റെ പിള്ളേരെ, എൻ്റെ ദൈവം എന്നോട് അന്ന് രാത്രി പറഞ്ഞത് ഇതാണ്, യെശയ്യാ 41:10, നീ ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, നിന്നോടുകൂടെ നിൻ്റെ ദൈവമുള്ളപ്പോൾ നീ എന്തിന് ഭയപ്പെടുന്നു, എന്തിന് വേദനപ്പെടുന്നു, എന്തിന് വ്യാകുലപ്പെടുന്നു, എന്തിന് നിരാശ, എന്തിന് ഡിപ്രഷൻ, എന്തിന് ആങ്സൈറ്റി, എന്തിന് സ്ട്രെസ്സ്? ഭ്രമിച്ചു നോക്കേണ്ട നീ, അന്തം വിട്ട് നോക്കേണ്ട നീ.
ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്റെ ദൈവമാകുന്നു. നീ അന്തം വിടണ്ട. എന്നെ കഴിയാത്തത് ലോകത്തിൽ ഒന്നുമില്ല. ഐ മേക്ക് ദി ഇംപോസിബിൾ പോസിബിൾ ഫോർ യു. മനുഷ്യനെ അസാധ്യമായതിനെ സാധ്യമാക്കാൻ കഴിവുള്ള ഒരു ദൈവം നമ്മളോടൊപ്പം. നമ്മൾ എന്തിനു വ്യാകുലപ്പെടുന്നു, പ്രയാസപ്പെടുന്നു, നിരാശപ്പെടുന്നു? എൻ്റെ മക്കളെ, ഞാൻ നിന്നെ ശക്തീകരിക്കും. എൻ്റെ മഹത്വമുള്ള ദൈവം എന്നെ ആ രാത്രിയിൽ ശക്തീകരിച്ചു. കാരണം ഞാൻ റിപ്പൻറ്റ് ചെയ്ത് റീകണക്ട് ചെയ്ത് എൻ്റെ ദൈവത്തിലേക്ക് തിരിഞ്ഞു വന്ന രാത്രിയിൽ എൻ്റെ ദൈവം തമ്പുരാൻ എന്നെ ശക്തീകരിച്ചു. ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ ദൈവം എന്നെ സഹായിച്ചു. എൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. എൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. അങ്ങനെ നിന്നെ താങ്ങാൻ വേണ്ടി, നിന്നെ പിടിക്കാൻ വേണ്ടി, നിന്നെ ശക്തീകരിക്കാൻ വേണ്ടി, നിന്നോടുകൂടെ എന്നും നടക്കാൻ ആഗ്രഹിക്കുന്ന നിൻ്റെ ദൈവം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈ ഉച്ച സമയത്ത് വെയിറ്റ് ചെയ്യുകയാണ്. ഇത് കേൾക്കുന്ന എൻ്റെ പിഞ്ചു കുഞ്ഞുങ്ങളെ, എവിടെയായിരുന്നാലും നിൻ്റെ ദൈവത്തെ വിട്ട് നീ ഒന്നും ചെയ്യരുത്. നിൻ്റെ ദൈവത്തിൽ നിന്നാകുന്ന നീ ഒന്നും ചെയ്യരുത്. നിൻ്റെ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ഒന്നും ചെയ്യരുത്. ദൈവത്തെ അറിഞ്ഞ് ദൈവം പറഞ്ഞിരിക്കുന്ന രീതിയിൽ ജീവിച്ച് നിത്യത, സന്തോഷം, സമാധാനം ഈ ലോകത്ത് എക്സ്പീരിയൻസ് ചെയ്ത് ജീവിക്കാൻ ദൈവം തമ്പുരാൻ നിങ്ങളെ സഹായിക്കും. God is telling you this afternoon, do not despair and give up no matter how bad things. നമ്മളിരിക്കുന്ന അന്ന് ഞാൻ രാത്രി 98 രാത്രിയിൽ എനിക്ക് എത്തുമ്പൊട്ടുമില്ല. എങ്ങനെ ജീവിക്കും? കോടികളുടെ കടം എങ്ങനെ ജീവിക്കുമെന്ന് എനിക്കറിയയില്ലായിരുന്നു. അതുപോലെ നിങ്ങൾ പലരും ഇന്ന് ഇവിടെ ഉണ്ട്. വീട് പണി ആരംഭിച്ചു, അച്ഛാ എങ്ങനെ വീട് പൂർത്തിയാക്കുമെന്ന് എനിക്കറിയയില്ല. നിൻ്റെ ജീവനുള്ള ദൈവം നിന്നെ കൈവിടുകയില്ല. പ്രാർത്ഥിക്കുക. യാക്കോബ് ചെയ്ത പോലെ എന്നെ അനുഗ്രഹിക്കാതെ, എൻ്റെ ജീവിതത്തിലെ പ്രയാസങ്ങളെ മാറ്റാതെ, എൻ്റെ കഷ്ടപ്പാടുകളെ മാറ്റാതെ, എൻ്റെ വീട് പണി പൂർത്തിയാക്കാതെ, എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു നല്ല ഭാവിയെ കൊടുക്കാതെ, എൻ്റെ രോഗത്തെ സൗഖ്യപ്പെടുത്താതെ നിന്നെ ഞാൻ വിടുകയില്ല എന്ന് മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ നീ തീരുമാനിക്കുകയാണെങ്കിൽ നിൻ്റെ ദൈവം നിന്നെ നടത്തും. നിന്റെ ദൈവം നിനക്ക് തുണയായിരിക്കും. നിന്റെ ദൈവം നിനക്ക് ആശ്രയമായിരിക്കും. നിന്റെ ദൈവം നിന്നെ കൈവിടുകയില്ല. സന്തോഷവും സമാധാനവും തന്ന് മുമ്പോട്ട് ഓടിക്കും. യു ആർ ടയേർഡ് ഓഫ് ഈജിപ്തിൽ നിങ്ങൾ സങ്കടത്തോടെ ജീവിക്കുകയാണെങ്കിൽ God will move you to the promised land. ആ വാഗ്ദത്ത കനാൻ ദേശത്തേക്ക് നിങ്ങളെ നടത്തും. നിങ്ങളാരെങ്കിലും ജോസഫിനെ പോലെ പൊട്ടക്കിണറിൽ കിടക്കുന്ന ഒരു സ്ഥിതിയാണ് ഇന്നെങ്കിൽ, ചെളി കിടക്കുന്ന ഒരു സ്ഥിതിയാണ് എങ്കിൽ, ഇന്ന് ആ പൊട്ടക്കിണറിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് പോകാനധികം സമയം നിങ്ങൾക്ക് വേണ്ട. പൊട്ടക്കിണറിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് നിങ്ങളെ നയിക്കാൻ കഴിവുള്ള, അധികാരമുള്ള, ആഗ്രഹമുള്ള ഒരു ദൈവം നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എൻ്റെ മക്കളെ, അന്ന് കർത്താവിൻ്റെ കബറിങ്കൽ ഞായറാഴ്ച രാവിലെ ചെല്ലുമ്പോൾ, ഭക്തർക്കാര്യത്തിൽ മറിയോരെല്ലാം ചെയ്യുമ്പോൾ സുഗന്ധ തൈലം പൂശാൻ വേണ്ടി ചെല്ലുമ്പോൾ അവരുടെ ഏറ്റവും വലിയ വറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ മനസ്സിലെ ഏറ്റവും വലിയ ഭീതി, എങ്ങനെ ഈ കല്ല്, എങ്ങനെ ആ ശവകുടീരത്തിന് മുമ്പിൽ ഇരിക്കുന്ന കല്ല് എങ്ങനെ മാറ്റുമെന്നുള്ള ഭീതി മാത്രമായിരുന്നു. അങ്ങനെ ഈ യുവേദിയിൽ കേൾക്കുന്ന നിങ്ങൾ എത്രയോ പേരുടെ മുമ്പിൽ അത്രയും വലിയ കല്ല് ഇരിക്കുന്നില്ല. ഇന്ന് ഈ വൈകുന്നേരം ആ കല്ല് മാറ്റി അവർ ചെല്ലുമ്പോൾ അവരേറ്റവും പേടിച്ചിരുന്നതായ ആ ഏറ്റവും വെയിറ്റുള്ള, ഏറ്റവും ഭാരമുള്ള ആ കല്ല് ദൈവം തമ്പുരാൻ മാറ്റിക്കൊടുത്തു. നിങ്ങൾ തിരക്കുന്നതായ കർത്താവ് ഇവിടെ ഇല്ല. അവൻ ഉയർത്തെഴുന്നേറ്റു. മരണത്തെ അതിജീവിച്ച് നമുക്ക് വേണ്ടി ഉയർത്തെഴുന്ന് നമുക്ക് ബലവും ധൈര്യവും തന്ന് നമ്മുടെ ഓരോരുത്തരുടെയും മുമ്പിൽ ഇരിക്കുന്ന കല്ലുകളെ മാറ്റി നിങ്ങളെ അനുഗ്രഹിക്കാൻ സ്നേഹത്തോടെ നോക്കിയിരിക്കുന്ന ഒരു വലിയ പിതാവ് നമ്മുടെ മുകളിലുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളെ,
ഇന്ന് ഉച്ചവേദിയിൽ ദൈവത്തിലോട്ട് നിങ്ങൾ തിരിയുക, ദൈവത്തെ മുറുകെ പിടിക്കുക, ദൈവത്തെ ആശ്രയിക്കുക, കഷ്ടപ്പെടുന്നവന് ഒരു നേരത്തെ ആഹാരം കൊടുക്കുക. ഇന്ന് ഈ ഒരു 7 ദിവസം കൊണ്ട് പല വീടുകൾ കയറി ഇറങ്ങാൻ ദൈവം തമ്പുരാൻ എന്നെ സഹായിച്ചു. ഓരോ വീട്ടിലെ സ്ഥിതി കാണുമ്പോൾ ചങ്ക് തകർന്നു പോകും. അപ്പനമ്മമാർ ആരും ആശ്രയമില്ലാതെ വീടുകളിൽ കഴിയുന്ന ഒരവസ്ഥ ഇന്ന് കേരളത്തിലെ എൻ്റെ ചാണ്ടിമോൻ ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടുത്തെ കേരളത്തിലെ MLA ബൈ 2027 എൻ്റെ കണക്ക് കൂടുതൽ തെറ്റല്ല എങ്കിൽ 2027 ആകുമ്പോഴത്തേന് 20-25% പോപ്പുലേഷൻ്റെ അവസ്ഥ ഇത് തന്നെയായിരിക്കും. കേരളത്തിൽ ആരുമില്ലാതെ ഡിപ്രഷനിലും നിരാശയിലും പള്ളിയിൽ കൊണ്ടുപോകാനും ഒരു നേരത്തെ ആഹാരം കൊടുക്കാനും ഒന്ന് തലോടി എൻ്റെ അച്ഛ, എൻ്റെ അമ്മ, എൻ്റെ അപ്പ ഞങ്ങളുണ്ട് എന്ന് പറയുവാൻ ആരുമില്ലാതെ ഇരിക്കുന്ന അവസ്ഥ ഞാൻ പലയിടത്തും കണ്ടു. ഒരമ്മച്ചിയാണെങ്കിൽ 10 വർഷമായി പള്ളിയിൽ പോയിട്ട് 10 വർഷമായി പള്ളിയിൽ പോയിട്ട് നമ്മൾ ഓർത്തഡോക്സുകാർ, മർത്തോമക്കാർ അല്ലെങ്കിൽ വേറെ വിഭാഗങ്ങളൊക്കെ ഇരിപ്പുണ്ട്. നമ്മളിൽ എത്ര പേര് ഞായറാഴ്ച രാവിലെ അയലത്തുള്ള ഒരു അമ്മച്ചിയോ അപ്പച്ചനെയോ വയ്യാതിരിക്കുന്ന അപ്പച്ചനെയോ നമ്മുടെ കാറിൽ കയറി പള്ളിയിൽ കൊണ്ടുപോയി കുർബാന അനുഭവിക്കാൻ നിങ്ങൾ തയ്യാറാണ്? നമ്മുടെ മർത്തോമ സഭയൊക്കെ എനിക്കറിയാം, വലിയ തിരുമേനിയും ബർണബാസിനെയും നിങ്ങളെല്ലാവരും വലിയ വലിയ കാര്യങ്ങൾ കഷ്ടപ്പെടുന്നവർക്കും പ്രയാസപ്പെടുന്നവർക്കും വേണ്ടി ചെയ്യുന്നുണ്ട്. മർത്തോമ സഭ വിശ്വാസമുള്ള എത്രയോ വ്യക്തികൾ അമേരിക്കയിലൊക്കെ ആണെങ്കിൽ എല്ലാ പള്ളികളിലും ബസ്സുകളുണ്ട്, 3-4 ബസ്സുകളുണ്ട്, അല്ലെങ്കിൽ വാനുകളുണ്ട്. ഓരോ വീടുകളിലും വാർദ്ധക്യത്തിരിക്കുന്നവരെ പോയി പിക്ക് ചെയ്ത് പള്ളിയിൽ കൊണ്ടുവന്ന് അവർ കുർബാനയും കൊടുത്ത് സന്തോഷത്തോടെ ആഹാരവും കൊടുത്ത് തിരിച്ച് വീട്ടിൽ വിടുന്ന ഒരവസ്ഥയുണ്ട്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താൻ എൻ്റെ വാക്കുകൾ. 1982 കൽക്കട്ടയിൽ പോയൊരവസ്ഥ. കൽക്കട്ടയിൽ ഒരു കൗൺസിലേറ്റിൻ്റെ സൈറ്റ് നോക്കാൻ വേണ്ടി പോയതാണ്. എസ്കോർട്ടോട് പോയ സമയത്ത് ഞാൻ തിരിച്ച് കൗൺസിലേറ്റിലേക്ക് വരുന്ന സമയത്ത് ഒരു കുഞ്ഞ് സൈഡിൽ ഓടയുടെ മണ്ടയ്ക്ക് കിടക്കുന്നത് ഞാൻ കണ്ടു. സൈഡിൽ ഓടയുടെ മണ്ടയ്ക്ക് കിടക്കുന്നു, കമന്ന് കിടക്കുക. ഞാൻ ചോദിച്ചു, എൻ്റെ ഡ്രൈവറോട് ചോദിച്ചു, നിർത്താൻ പറഞ്ഞു കാറ്. അങ്ങനെ ഞാൻ പറഞ്ഞു നിർത്താൻ പറഞ്ഞു. കാറ് നിർത്തി ഇറങ്ങിച്ചെന്ന് അവിടെ ഒരു മാടക്കട തൊട്ടടുത്തുണ്ട്. അവനോട് ചോദിച്ചു, ഈ കുഞ്ഞ് എന്തിനാണ് കിടക്കുന്നത് ഇവിടെ? 6 വയസ്സുള്ള സുന്ദരനായ ഒരു കുഞ്ഞ് കിടക്കുക. ഞാൻ പറയും, എന്തിനാണ് കിടക്കുന്നത് ഇവിടെ? അവനോട് പറഞ്ഞു, സർ ഹി കംസ് ഹിയർ, ദിവസം 2 വട്ടം വന്ന് അവൻ കവന്ന് കിടക്കും. ആ ഓടയിലൂടെ ഒലിച്ചു വരുന്ന ആ സൂവസത്തിലൂടെ ആ ഓടയിലൂടെ ഒലിച്ചു വരുന്ന ബ്രെഡ് ക്രംസ്, ആരെങ്കിലും കഴിച്ചതിൻ്റെ ബാക്കി വരുന്ന ഫുഡ് എടുത്ത് ആ ഓടയിലെ വെള്ളത്തിൽ തന്നെ കഴുകി 2 നേരം വയറ് നിറയ്ക്കുന്ന ഒരു കുഞ്ഞിനെ കണ്ടപ്പോൾ എൻ്റെ ചങ്ക് തകർന്നു പോയി. നമ്മളൊക്കെ 3 നേരമല്ല 4 നേരമല്ല 5 നേരമല്ല ആഹാരം കഴിച്ച് വയറ് നിറച്ച് ഗ്യാസിന് മരുന്ന് കൊടുത്ത് കൊളസ്ട്രോളും എല്ലാ അസുഖങ്ങളും ഉണ്ടാക്കുന്ന സമയത്ത് ഈ ലോകത്തിൻ്റെ നാനാഭാഗത്ത് എത്രയോ കുഞ്ഞുങ്ങൾ അതുപോലെ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ വഴിയില്ലാതെ തെണ്ടുന്നതായ സമയത്ത് നമ്മൾ ഓരോരുത്തരും 3 നേരത്തെ ആഹാരത്തിൽ നിന്ന് 1 നേരത്തെ ആഹാരം മാറ്റിവെച്ച് അതിന് ചിലവാക്കുന്ന പൈസ മാറ്റിവെച്ച് വലിയ തിരുമേനിയുടെ കയ്യിൽ കൊടുത്ത് അവരെ സഹായിക്കുന്നില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. സഹായിച്ചാൽ എൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വാരിക്കോരിത്താൽ ദൈവം തമ്പുരാൻ നിങ്ങളെ അതിയായിട്ട് അനുഗ്രഹിക്കും. നിങ്ങളുടെ ഇല്ലായ്മയിൽ നിന്ന് ചില്ലിക്കാശിൻ്റെ ആ വിധയുടെ ചില്ലിക്കാശിൻ്റെ കാര്യം പറഞ്ഞ കൂട്ട് അങ്ങനെ നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ അന്യർക്ക് പകർന്ന് സ്നേഹം പകർന്ന് ദൈവത്തിൽ തിരിച്ചു വന്ന് ദൈവത്തോട് ചേർന്ന് ഈ ലോകത്ത് ജീവിച്ച് നിത്യത പ്രാപിച്ച് സ്വർഗരാജ്യത്തിൽ വെച്ച് കാണുവാൻ ദൈവം നിന്നെയും എന്നെയും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. പിന്നെയും എൻ്റെ വലിയ തിരുമേനി ബർണബാസ് തിരുമേനി, അതുപോലെ മാർത്തോമാ സഭ എന്നെ ഇതിനു വേണ്ടി ഇൻവൈറ്റ് ചെയ്ത് ഈ മാരാമൺ കൺവെൻഷൻ വന്ന് പ്രസംഗിക്കാൻ ഒരവസരം 49 വർഷത്തിന് ശേഷം തന്നതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ആയിരം സന്തോഷം, അതുപോലെ നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ എനിക്ക് വേണ്ടിയും എൻ്റെ ഒരു ഭാര്യയ്ക്ക് വേണ്ടിയും 3 മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണേ എന്ന് അജിത കാണുന്നു. അജിത ഇപ്പം ചോദിക്കും, അതെന്താ അങ്ങനെ പറഞ്ഞ്? ഒരു ഭാര്യയേ ഉള്ളൂ. ഒരു ഭാര്യയ്ക്ക് 3 മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് നിങ്ങളോട് സ്നേഹത്തോടെ ആവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഐ ലവ് യു. ഇത് പറഞ്ഞില്ല എങ്കിൽ ഞാൻ അമേരിക്കയിൽ നിന്ന് വന്ന ആളാണ് നിങ്ങൾ വിചാരിക്കത്തില്ല. ഹാപ്പി വാലന്റൈൻസ് ഡേ. ഗോഡ് ബ്ലസ് യു. ഹാപ്പി വാലന്റൈൻസ് ഡേ.